പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നത്. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലതായിട്ട് ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. രേണുസുതി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ അംഗീകരിക്കത്തില്ല. അത് മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാണുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലാവരും അത് അവരെന്തുകൊണ്ട് പറഞ്ഞു എന്ന് തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു? പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടെ അതൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. രേണുസുതി എന്ന് പറയുന്ന കലാകാരി ഇങ്ങനൊരു കാര്യം ഉള്ളപ്പോൾ അത് ഫിറോസിനെ പേഴ്സണലി സംസാരിക്കണമായിരുന്നു. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഫിറോസ് ഒരു കേസ് കൊടുത്താൽ പോലും അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ്, ബിസിനസ്സിന് ഉണ്ടാക്കുന്ന നഷ്ടമാണത്. അത് വലിയൊരു, ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാകാം. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം. അതെ, രേണുസുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ രേണുസുതിയുടെ ഫാദറിനോ രേണുസുതിയുടെ മദറിനോ രേണുസുതിയുടെ ചേച്ചിക്കോ രേണുസുതിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. രേണുസുതിയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. ഞാന് കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് 7 സെന്റ് സ്ഥലം, രാഹുലിനും ഋതുലിനും. കൊല്ലം സുധിയുടെ 2 മക്കൾക്കാണ് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്വത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത്. ഒരിക്കലും രേണുസുതി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ അവരുടെ കുടുംബത്തിനോ ഞാൻ കൊടുത്തിട്ടുമില്ല, ഇനിയോട്ട് കൊടുക്കത്തില്ല. പക്ഷെ ആ വീട് ചോരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അതിനെപ്പറ്റി, ചോരുന്നതായിട്ട് എനിക്ക് പുതിയ വീടാണ്, അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ, അത് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, എൻ്റെ അറിവിൽ അങ്ങനെ ഒരു ചോരാൻ സാധ്യതയില്ല. അത്ര ഒരു മോശമായ രീതിയിൽ അവർ ചെയ്യത്തില്ലെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അവർ ഈ അഭിനയ രംഗങ്ങളിൽ ഒത്തിരി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് ഞാൻ കേട്ടറിയുന്നത്. ഒരു യാത്രയിലാണ് അവർ പല സ്ഥലങ്ങളിൽ, ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലം, അടുത്ത ലൊക്കേഷനിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നത്. He's such a busy man. എപ്പോഴും flying. Always up in the air.